പൈശാചികൻ വാഴമുട്ടന്റെ കുൽസിതങ്ങൾ തുടരുന്നു. എരുമ വളർത്തലിനേക്കാളും നല്ലത് ഒരു പൈശാചിക കേന്ദ്രം തുടങ്ങി നാട്ടുകാരെ പറ്റിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയ പൈശാചികൻ വിനു വാഴമുട്ടത്തിന്റെ നിരവധി വാർത്തകൾ ITV ന്യൂസിലൂടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇടുക്കി അണക്കര സ്വദേശിയായ ഒരു വീട്ടമ്മയും അവരുടെ പ്രായപൂർത്തിയാകാത്ത മകനും ചൈൽഡ് ലൈൻ ഒരു പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് നിരവധി വീട്ടമ്മമാർ ഈ ബിനുവിൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ നിന്ന് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി മാധ്യമങ്ങളിലെല്ലാം വന്ന് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് പൈശാചികൻ വാഴമുട്ടൻ ബിനു. കാരണം ഇയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം വെറും സീറോയിൽ നിന്ന് തുടങ്ങിയ ഇയാൾ ഈ കഴിഞ്ഞ 4-5 കൊല്ലങ്ങൾ കൊണ്ട് ഇയാളുടെ ഈ പൈശാചിക കേന്ദ്രം വഴി കോടികളാണെന്ന് സമ്പാദിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സാധുക്കളായ വീട്ടമ്മമാരാണ് ഇയാളുടെ ഇരകൾ. ഈ വാഴമുട്ടൻ ബിനുവിൻ്റെ ഓൺലൈനിലെ ഈ തട്ടിപ്പ് പരിപാടികൾ കണ്ടാണ് പല സാധു വീട്ടമ്മമാരും ഇയാളുടെ വലയിൽ കുടുങ്ങുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ പലതരത്തിലുള്ള പരാതികളുണ്ട്. നമുക്കറിയാം, ലൈംഗിക പീഡന ശ്രമങ്ങളുണ്ട്, സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടതുണ്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടും ആ പ്രാദേശിക തലത്തിലുള്ള ചില പ്രാദേശിക നേതാക്കന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഈ പൈശാചികദാസൻ ഇന്നും ഇയാളുടെ ഈ തട്ടിപ്പ് കേന്ദ്രം അവിടെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരഞ്ഞെടുപ്പ് കാലമായാൽ, അതല്ലെങ്കിൽ ഇവന്മാർക്ക് പൈസയ്ക്ക് ആവശ്യമായാൽ ഈ വാഴമുട്ടൻ ഈ പൈശാചികന്റെ അടുത്ത് എന്നാൽ ആവശ്യത്തിന് പണം കൊടുക്കും. നമുക്കറിയാം, ഈ മധ്യ തിരുവിതാംകൂർ ഈ മേഖല എന്ന് പറയുന്നത് ധാരാളം വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള ആളുകളുടെ സ്ഥലമാണ്. പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ പൈശാചികന്റെ വലയിൽ വീണ ഈ വീട്ടമ്മമാർ ഇവന് ലക്ഷങ്ങളാണ് ഓരോ ആവശ്യത്തിന് പണം കൊടുക്കുന്നത്. കാരണം അപ്രകാരം പണം മേടിക്കുന്നതിന് വേണ്ടിയാണ് ഈ വൃദ്ധസദനങ്ങളെന്നും അതല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക് വേണ്ടിയുള്ള സഹായ പ്രവർത്തനങ്ങളെന്നും പഠന സഹായ പരിപാടികളെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഓരോ പദ്ധതികൾ ഉണ്ടാക്കുന്നത് ഇത്തരം പിരിവുകൾക്ക് വേണ്ടിയാണ്. ഈ പിരിവുകൾ വെച്ച് വലിയ ആഡംബര ജീവിതം നയിക്കുകയാണ് ഈ പഴയ എരുമ വളർത്തൽക്കാരനായ ഈ പൈശാചികദാസൻ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ ശ്രമിക്കുന്ന ഈ പൈശാചികദാസന്റെ കേന്ദ്രത്തിൽ പോകുന്ന ആളുകളോട് പറയുവാനുള്ളത്, ഇവൻ്റെ തട്ടിപ്പിനെ നിങ്ങൾ കൃത്യമായി ജാഗ്രത പാലിക്കണം. ഇയാളുടെ മുഖ്യ ഇനം എന്ന് പറയുന്നത് കൈവശമിറക്കലാണ്. നമുക്കറിയാം, ഒരു ശരാശരി നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ എല്ലാം ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. കൈവശം, എന്തെങ്കിലും ദോഷം വന്നാൽ ഭൂമിയെ കുനിഞ്ഞ് ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ പറയും അത് കൈവശമാണ്. എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചാൽ പറയും അത് ഇന്നാർ ചെയ്ത കൈവശമാണ്. ജോലി കിട്ടുന്നില്ലെങ്കിൽ പറയും അത് ആരോ കൈവശം തന്നിട്ടിരിക്കുന്നതാണ്. അന്നേരം ഇപ്രകാരമൊക്കെയുള്ള അബദ്ധ ജടില ധാരണകൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അന്നേരം ഇത്തരത്തിലുള്ള ഈ പൈശാചികദാസന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ആളുകളെ വിശ്വസിപ്പിക്കുക. ഏതാണ്ട് ഇത്തരം ധാരണയുള്ളവർ, അതായത് തങ്ങളുടെ പരാജയ കാരണങ്ങൾ, തങ്ങളുടെ ദുരിതത്തിന് കാരണമെല്ലാം ഇത്തരത്തിലുള്ള എന്തോ ആണ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവൻ്റെ ഈ ഓൺലൈൻ പ്രകടനത്തിലൂടെ ഇവൻ്റെ പ്രധാനപ്പെട്ട പ്രകടനം എന്ന് പറയുന്നത് കൈവശമിറക്കലാണ്. അന്നേരം അത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഇവൻ പറയും നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കൈവശമാണ്, അത് ഇന്നാരാണ് തന്നിരിക്കുന്നത് എന്നൊക്കെ ഇയാളങ്ങ് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. അന്നേരം ഇതൊക്കെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അന്നേരം ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ രഹസ്യമായി ഇവരെ വന്ന് കാണും. ഇവനെ വന്ന് കാണുമ്പോൾ ഇവൻ പറയും ശരിയാണ്, നിങ്ങൾക്ക് കടുത്ത കൈവശമാണ് തന്നിരിക്കുന്നത്, അത് നിങ്ങളുടെ ചിലപ്പോൾ ജീവൻ തന്നെ, നിങ്ങളുടെ മക്കളുടെ ജീവൻ തന്നെ അപകടത്തിലാവാം. അന്നേരം അത് കടുത്ത ചില പ്രയോഗത്തിലൂടെ മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ, അതിന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 ആഴ്ച വരണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഒരു പാക്കേജ് ഇവർക്ക് കൊടുക്കും. ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. അന്നേരം പണത്തിന് ഇവർ എങ്ങനെങ്കിലും പണമില്ലെങ്കിൽ കടം മേടിച്ചാണെങ്കിലും കാരണം തല പോകരുതല്ലോ, അതല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കണമല്ലോ. അന്നേരം ഇയാളൊരു ദൈവദാസനാണെന്ന് വിശ്വസിപ്പിച്ച് അത്തരത്തിലുള്ള ആളുകളുടെ നിന്നും പണം പെടുങ്ങലാണ് ഇവൻ്റെ പ്രധാന പരിപാടി. അന്നേരം ഓൺലൈനിലൂടെ ഇവൻ്റെ പ്രകടനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൈവശം പറക്കൽ, അതുപോലെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഏത് ചെറുപ്പക്കാരോട് ചോദിച്ചാലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാ. അപ്രകാരം ഇവൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ വിദേശത്ത് ജോലി കിട്ടുമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തും. അതുപോലെ തന്നെ വന്ധ്യത, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അതുപോലെ സ്ഥലക്കച്ചവടം നടക്കാത്തവർക്ക് സ്ഥലക്കച്ചവടം നടക്കും. അതുപോലെ പ്രവചനം, ആരെക്കുറിച്ചും ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവൻ വലിയ പ്രവചനം നടത്തും. ഇതിൻ്റെ തട്ടിപ്പെന്ന് പറയുന്നത് ഇവൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ വരുന്നവരോട് ഇവൻ നിർത്തിയിരിക്കുന്ന കുറേ ചില സ്ത്രീകളുണ്ട്, ഇവർ പതുക്കെ അടുത്തുകൂടും. അങ്ങനെ ഇവരുടെ ചില വിവരങ്ങൾ ഇവർ കരസ്ഥമാക്കും. അതായത് ഇവരുടെ ഒരു എൻക്വയറി കൗണ്ടറിൽ ആദ്യമേ വരുമ്പോൾ തന്നെ ഇവരുടെ ഈ ഇൻഫർമേഷൻസ് എടുക്കും. പേര്, സ്ഥലം, വിദ്യാഭ്യാസം,
വീട്ടിൽ ആർക്കെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ, ഇവരുടെ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ്, മക്കൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യം എന്താണ്, ഭർത്താവ് മദ്യപാനിയാണോ, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം എടുക്കും. എന്നിട്ട് ഈ ബിനുവിന് ഇത് കൈമാറും. ആ ചുവന്ന ഷർട്ടിട്ടിരിക്കുന്ന ആൾക്ക് കുട്ടികളില്ല, അയാൾക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ മഞ്ഞ സാരി ഉടുത്തിരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് അമിത മദ്യപാനിയാണ്, അതല്ലെങ്കിൽ ആ നീല സാരി ഉടുത്തിരിക്കുന്ന സ്ത്രീയുടെ മകൾ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നു, മകൾ നഴ്സാണ്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവൻ എരുമ അമർന്ന പോലെ എന്തൊക്കെയോ വിളിച്ച് കാറി കൂവി ഈ എന്തൊക്കെയോ പറഞ്ഞ ശേഷം ഇവൻ പറയും ആ ചുമന്ന സാരി ഉടുത്തേക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ ഇന്ന പ്രശ്നമാണ് എന്നൊക്കെ ഇവൻ അലറി വിളിച്ചു പറയും. അപ്പോൾ അവരും ഞെട്ടിപ്പോവും, കാരണം ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ലല്ലോ. അന്നേരം ഈ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള കുടിലതകളൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഈ തട്ടിപ്പുകൾ നടത്തി അവർ ഇൻഫർമേഷൻസ് എടുത്ത് ഇത് പ്രവചനമായിട്ട് ഇവൻ പറയും. അതുപോലെ തന്നെ ഈ 10ഉം 12ഉം ആഴ്ചയൊക്കെ വരാനായിട്ട് പറയും ഓരോ കാര്യങ്ങൾക്ക്. അന്നേരം ആ സമയത്തിനുള്ളിൽ സ്വാഭാവികമായും അവരുടെ പല കാര്യങ്ങളും നടക്കും. അന്നേരം ഇത് വന്ന് സാക്ഷ്യമായിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കും. അന്നേരം ഇത് കാണുന്ന ഈ ഓൺലൈനിലൂടെ ലോകമെമ്പാടും കാണുന്ന ആളുകൾ ഓർക്കും, എടാ ഇവൻ ഒരു ദൈവദാസനാണ്, ഇവൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ ഇവൻ പ്രവചിക്കും, അല്ലെ കൈവശം മാറ്റും, അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകാനുള്ള അവസരം ഉണ്ടാകും. അന്നേരം ഇത്തരത്തിലൊക്കെയുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് നടക്കുന്നത്. ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കണം. ഇവന് യാതൊരു ദൈവ അനുഗ്രഹവും, ഇവന് ദൈവത്തെ അറിയ പോലുമില്ലാത്ത ഇവൻ വെറും സാത്താനാണെന്ന് മനസ്സിലാവണം. ഇവന് എരുമയെ വളർത്തുവാൻ, ഇവന് വേർപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് ഇവന് ഇത്തരത്തിൽ വചനത്തെ മറചാരി നടത്തുന്ന ഒരു ദ്രവ്യദാസനാണ് ഇവനെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവൻ ഈ പണിയെല്ലാം ചെയ്യുന്നത് പണം തട്ടിക്കുവാനും ഇവൻ്റെ വ്യഭിചാര പരിപാടികൾക്ക് വേണ്ടിയും ഇവൻ്റെ മറ്റ് കലാപരിപാടികൾക്കൊക്കെ വേണ്ടിയാണെന്ന് ഇവനെ നന്നായി അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം. ഇവനെ ആ നാട്ടുകാർക്ക് നന്നായി അറിയാം. ഇവൻ്റെ കൂടെ നിൽക്കുന്ന ഈ ആളുകൾ ഓരോ സമയത്തും ഓരോ സീസണിലും വന്നും പോയി നിൽക്കുന്ന ആളുകളാണ്. ഇവനെ അടുത്തറിയാവുന്ന ആളുകൾ നന്നായി അറിയാവുന്നത് കൊണ്ട് വളരെ ദൂരത്തു നിന്നുള്ള ആളുകളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറ്റേ നക്കാപ്പിച്ച കിട്ടുമെന്ന് കരുതിയാണ് ഓരോരുത്തന്മാർ വട്ടം കൂടി നിൽക്കുന്നത്. ഇതൊക്കെ ഇവൻ്റെ ശിങ്കിടികൾ, ഇവൻ്റെ ഈ കയ്യിലുള്ള ഈ പിടിച്ചുപറിയുടെ മുതലിൻ്റെ ഒരു അംശം പറ്റത്തിൽ നിൽക്കുന്ന ആളുകളാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഇവൻ അവിടെ ഒരു ബേസുമില്ല. ഇവന് വേണ്ടി പലരും കുരയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ പൈശാചികന്റെ കയ്യിലെ ഈ പണം മേടിച്ച് തിന്നിട്ടാണ് ഇവന്മാരെല്ലാം പറയുന്നതെന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടും കണ്ടോ, ഈ അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് എന്നിട്ടും മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെ ഈ പണിയെല്ലാം കാണിച്ചിട്ടും ഈ പൈശാചികൻ നിന്ന് മുറുമുറുക്കുന്നത് ഇവൻ ഈ പ്രാദേശികമായ ഈ നേതാക്കന്മാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. ഈ അന്ധവിശ്വാസികളായ ഈ തെമ്മാടികളാണ് ഇവിടം ഭരിക്കുന്നത്. ഇവൻ്റെയൊക്കെ മുന്നിൽ പോയി തെരഞ്ഞെടുപ്പിന് മുമ്പ് കുനിഞ്ഞു നിന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവന്മാരൊന്നും ഇവനെതിരെ ഒരു നടപടി എടുക്കത്തില്ല. അതുകൊണ്ട് ജനങ്ങളെ ഒന്ന് ജാഗരൂകരാക്കാനും നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഇപ്രകാരം ഒരു എപ്പിസോഡുമായി ഞാൻ വരുന്നത്. ഇവന് യാതൊരു ദൈവാനുഗ്രഹവുമില്ല. ഇവൻ ദൈവത്തിൻ്റെ മറവിൽ ഇവൻ വചനത്തെ മറയാക്കി നടത്തുന്ന തട്ടിപ്പാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഈ പൈശാചികൻ്റെ അടുത്ത് പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. എടാ പൈശാചിക ബിനു, നീ ഇനിയെങ്കിലും ഈ ഉടായ്പ നിർത്തി മര്യാദയ്ക്ക് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുക. നിനക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ. ഒരു ക്രീം കളർ ഷർട്ടൊക്കെ ഇട്ട് നീ ഏതെങ്കിലും ഒരു ജൂവലറി പോയി സെയിൽസ്മാനായിട്ട് നിന്നാൽ പോലും നിനക്ക് ജീവിക്കുവാനുള്ള ചുറ്റുപാടുണ്ടാകത്തില്ലേ? ഇത്തരത്തിൽ നാട്ടുകാരെ പറ്റിക്കണോ? അതുകൊണ്ട് ദയവായി ഈ പൈശാചികൻ ബിനു, ഈ പരിപാടി, ഈ ഉടായ്പ്, നിന്റെ ഈ വചനക്കൊള്ള, ഈ വചനത്തെ മറയാക്കിയുള്ള ഈ പ്രവർത്തനങ്ങൾ നീ അവസാനിപ്പിക്കുക. ഇത് പലരും കരുതുന്നു ഇവൻ എന്തോ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിനും ആ വിശ്വാസത്തിലുള്ളവർക്കും കൂടി നാണക്കേടാണ് ഈ പൈശാചികൻ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് ഇവൻ്റെ കൂടെ, ഈ പൈശാചികൻ ബിനുവിൻ്റെ കൂടെ പാസ്റ്ററായിട്ട് നിന്ന ഒരു ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചതാണ്. അയാൾ ഇന്ന് അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്നു, ജിപ്സം പണിക്ക് പോയി ജീവിക്കുന്നു. ആ ഇമ്മാനുവലിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ബിനു വാഴമുട്ടത്തിനെ കുറിച്ച് ഇനി ഇതിരുന്നില്ലേ, ഞങ്ങളത് കണ്ടി കാത്തിരിക്കുന്നതാ. ഞാൻ അവിടെ ഉണ്ടായിരുന്നായിരുന്നു, ഒരു 3-4 മാസത്തോളം ഉണ്ടായിരുന്ന ഒരു പാസ്റ്റായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ പ്രശ്നം വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിയത്. ബിനുവിന്റെ കൂടെ പാസ്റ്ററാണോ? ആ ബിനുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇമ്മാനുവൽ. നമ്മള് കുറച്ച് നാളോടെ നിന്നിട്ട് നമ്മൾ മാറി. കാരണം ഇതുപോലെ നമ്മളവിടെ അന്തേവാസികളെ പിടിച്ച് അടിക്കുന്നത് കണ്ടപ്പോ നമ്മള് പാസ്റ്ററോട് കാര്യം പറഞ്ഞപ്പോ ഇയാൾ എന്ത് പരിപാടിയാണ് നടന്ന? അന്തേവാസികളെ തല്ലിക്കോ? ഞാനവിടെ അന്തേവാസികളൊപ്പം ഞാൻ വയസ്സായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും കണ്ടപ്പോ ഞങ്ങൾക്ക് ലൈഫിൽ ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ ഞങ്ങള് ഫാമിലി ആയിട്ട് അവിടെ പാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്നോ, അത് ഹോളിഡേജ് നോക്കി നടത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ കിട്ടിയപ്പോ സന്തോഷത്തോടെ ഞാൻ അവിടെ പോയി കാര്യങ്ങളെല്ലാം നോക്കി ഒരു മാസം ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോ ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇവർക്ക് ഇങ്ങനെ കൊടുത്താൽ പറ്റില്ല, കാരണം ഇത്രയും ചർച്ചയിൽ ഇത്രയും വരുമാനം വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്താൽ പറ്റില്ല എന്ന് ഞങ്ങൾ പാസ്റ്ററോട് പറഞ്ഞു. കാര്യമായ ഫുഡൊന്നും കൊടുക്കില്ലായിരുന്നോ?
മര്യാദയ്ക്ക് ഫുഡൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ. ഞാനൊരു പുറമൊന്ന് മേടിച്ച് കഴിക്കായിരുന്നു ലാസ്റ്റ്, ഞാനും വൈഫും പിള്ളേരും. എന്റെ വൈഫാണ് ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് 1.5 മാസം ഉണ്ടായിരുന്നുള്ളൂ. മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൂടെ കിട്ടാഞ്ഞിട്ട് ലാസ്റ്റ് കൊച്ചിന്റെ പാലൊക്കെ കുറഞ്ഞു പോയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അലമ്പിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പയ്യൻ എന്ന് പറഞ്ഞ പയ്യനെ അറിയാവോ? അറിയാം. ഇപ്പൊ അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അവിടുന്ന് പുറത്ത് പോയതിനു ശേഷമാണ് ആ പയ്യൻ അവിടെ നിന്ന് കയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 7 മാസമായി. അപ്പോ ഞാനിപ്പോ കണ്ടപ്പോ ഞാൻ കാരണം എല്ലാ ഇതും കാണാറുണ്ടായിരുന്നു. അവന് അഹങ്കാരം കൂടല്ല, വീണ്ടും അഹങ്കരിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങി പോന്നിട്ടും വീണ്ടും അഹങ്കരിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇത്രയും ഉടായ്പ കാണിച്ചിട്ട് വീണ്ടും ഇതിനൊക്കെ പിന്നാലെ കാണുന്നതുള്ള എനിക്ക് വിഷമം. ഇയാൾ ഓരോ ദിവസം പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ച് അയാൾ കാശുണ്ടാക്കുക. അയാൾ സ്വന്തം വീട് വെച്ചിട്ടുണ്ട് 2.5 കോടി രൂപയ്ക്ക്. അതൊക്കെ പാവപ്പെട്ട ആൾക്കാരെ ഞാനിപ്പോ ചർച്ചിലെ പാസ്റ്റർ പരിപാടിയൊക്കെ മാറ്റി നിർത്തി ഞാൻ ഇപ്പൊ അധ്വാനിക്കുക. ജിപ്സം ബോർഡിന്റെ സ്വന്തം വർക്ക് പഴയ ഞാൻ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു അതുപോലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, അധ്വാനം ജീവിക്കുന്നു. പിന്നല്ലാതെ. പക്ഷെ വേറെ സംഭവം ഉണ്ട്, ഞാൻ പാസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ അധ്വാനിച്ചു തുറന്നു, വർക്ക് ചെയ്ത് തുറന്നു. അതുകൊണ്ട് നമ്മളിപ്പോ നിൽക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് എന്നെ വരിന്ന് പോയേനെ. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് ഇവന്റെ പൈശാചിക കേന്ദ്രത്തിൽ പോയി ഇവന്റെ ഒരു പാസ്റ്ററിന്റെ കയ്യിൽ നിന്നും ദുരനുഭവം ഉണ്ടായ ഒരു യുവതിയുടെ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലിലേക്ക്. ബിനു വാഴമുട്ടത്തിന്റെ അവിടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ് ഈ പ്രിൻസ് എന്ന് പറഞ്ഞവനെ പരിചയപ്പെട്ടത്. എന്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ 12,000 രൂപ തരണം എന്ന് പറഞ്ഞ്, അത്രയ്ക്ക് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഗുരുതരവാ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മാല കൊണ്ട് പണയം വെച്ചിട്ട് പൈസ കൊണ്ട് കൊടുത്തു. പൈസ കൊണ്ട് വീട്ടിൽ വന്നു പ്രാർത്ഥിച്ച് നമ്മള് കഴിക്കാനും ഒക്കെ ബേക്കറിയൊക്കെ വരുത്തി കൊടുത്തു. പിന്നെ അത്താഴഊണും കഴിഞ്ഞ് 12 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോയി. പിന്നെ പൈസ മേടിച്ചു കൊണ്ട് പോയതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത് വൃത്തികേട് പറയുക, കല്യാണം കഴിക്കാതെ നിൽക്കുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുക. പിന്നെ പല പ്രാവശ്യം നമ്മളെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ സീരിയസ്, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് പിന്നെയും പൈസ ചോദിക്കുക. പിന്നെ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു കൊല്ലം ചാത്തന്നൂർ എങ്ങാണ്ട് വീടെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനൊന്നും വരുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നമ്മളങ്ങനൊന്നും വീട്ടിൽ നടക്കുന്നതല്ല. പിന്നെ അന്ന് എന്റെ വീട്ടിലോട്ട് വിളിപ്പിച്ചെന്ന് വെച്ചാൽ എന്റെ സഹോദരി പുറത്താണ്, സഹോദരി മോളും വന്നിട്ടുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാരും ഉള്ളപ്പോ വിളിപ്പിച്ചതാ. കൊല്ലം റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തു. അവിടെ നിന്നൊന്നും നമുക്ക് ഒരു നീതി. അതുപോലെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും 3 വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിത്ത് എന്നൊരാളുടെ ഒരു ഇന്റർവ്യൂ ITV ന്യൂസിൽ നൽകിയിരുന്നു. ഈ പൈശാചികൻ ബിനുവിന്റെ സന്തത സഹചാരിയും ഡ്രൈവറും ഒക്കെയായിരുന്നു ഈ രഞ്ജിത്ത്. അന്നേരം ഈ രഞ്ജിത്തിനെയൊക്കെ ഉപയോഗിച്ചായിരുന്നു ഈ കള്ളസാക്ഷ്യങ്ങൾ പറയിപ്പിച്ചു കൊണ്ടിരുന്നതും ഇവന്റെ ഈ സകല തരികടകളും ഇവനെ കുളനടയിലിട്ട് പിടിക്കുന്നതും ഒക്കെ നേരിട്ട് കണ്ട ആളാണ് ഈ രഞ്ജിത്ത്. ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു എന്നും പറഞ്ഞ് രഞ്ജിത്തിനെതിരെ വ്യാജ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ITV ന്യൂസിലൂടെ ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പൈശാചികൻ ബിനു വാഴമുട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വീണ്ടും നിരവധി ഉയരുമ്പോൾ ആ രഞ്ജിത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. രഞ്ജിത്തെ, സുനിലാണ്. താങ്കൾ നമുക്കൊരു അഭിമുഖം നൽകിയിരുന്നു. ഇവൻ ഒരു പൈശാചികനാണെന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചു. അന്ന് നിങ്ങളെ ഇവൻ കള്ളക്കേസിൽ പെടുത്തിയതും കള്ള പോക്സോ കേസിൽ പെടുത്തിയതൊക്കെ നമ്മൾ വാർത്തയായിട്ട് നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഇവന്റെ ഈ പൈശാചികദാസന്റെ ചെപ്പ് തെളിഞ്ഞപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഇവനെ പണ്ടേ വിട്ടതാക്കുന്നു കേട്ടോ. ഇവന്റെയൊക്കെ പുറകെ പോയി വേറെ പണിയില്. ഈ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ആരും പറയുന്ന കേട്ട്, പിന്നെ എന്തോ പള്ളിയോടനോ എന്തോ ഒരു ഷാജുവോ എനിക്ക് അയാളുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. ഈ പുള്ളിയാ ഫസ്റ്റ് എന്നെ വിളിച്ചിട്ട് ഇവനെ കൊടുക്കാൻ മുട്ടമ്പന്നിയെ വിളിച്ച് ഈ വാർത്തകൾ കൊടുക്കാൻ പറഞ്ഞ ആദ്യം എന്നോടൊരാള് പറഞ്ഞു ഇതുപോലെ, എടാ നിനക്ക് മഞ്ഞപ്പിത്തം വന്ന കാര്യം പറഞ്ഞത് വെച്ച് നിന്നെ ആരെ കളിയാക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞത് ഷാജു അയാളുടെ പേരെനിക്കറിയില്ല. ഈ ഫസ്റ്റ് ഇയാളെ ഈ മറ്റേ കുളനട വിഷയം ഉണ്ടായപ്പോ, ആ പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഇയാളാണ് എന്നെ വിളിച്ചിട്ട് ഈ മുട്ടമ്പന്നിയെ വിളിച്ചു തരാം, അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞ ഇയാളാ. എനിക്കിതിനെ ഒന്നും പുറകെ പോകാൻ വയ്യേട്ടാ. ഞാൻ ഈ ഇവനൊക്കെ എങ്ങോട്ടേലും പോട്ടെ, ഇവനെ ഒന്നും പുറകെ പോയി നമ്മുടെ ജീവിതത്തിന് നല്ല ഇതിനെ കളയുന്നു. എനിക്ക് വിറ്റതല്ല. ഇയാള് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മഞ്ഞപ്പിത്തം പലതും പറഞ്ഞ് കള്ളതാഴ്ച പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇയാളാണ് ഫസ്റ്റ് എന്നെ വിളിച്ച് ഈ മുട്ടമ്പനി എന്ന് പറഞ്ഞു ബിന്നിച്ചാനെ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ച് തെറ്റാക്കിയത് ഇയാളാ. എനിക്കിത് വയ്യേട്ടാ. ചേട്ടാ അതെനിക്കറിയില്ല. പൈസ വാങ്ങിച്ചപ്പോ ആരും ഒന്നും കാണിക്കാൻ അല്ലെ. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഈ പുള്ളി എന്നെ വിളിച്ചാൽ ഞാൻ ചോദിക്കും, ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ അന്ന് ഈ പോസ്കോ കേസ് വന്നപ്പോ, അല്ല ഈ വിഷയം വന്നപ്പോ, ഈ പോസ്കോ കേസ് വരുന്നതിന് മുമ്പേ ഈ പുള്ളി എന്നെ വിളിക്കുന്നത്. അല്ല ഈ ഷാജു പാളിയോടോ എന്താ അയാളുടെ പേരെനിക്ക്
അയാൾ ഇവരെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുള്ള ബെന്റകോസിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളാ. ഈ പുള്ളിയാ എന്നെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നത്. ഏത് ബിനുവിനെതിരെ ഈ ഡീറ്റെയിൽസ് വിളിച്ച് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് വിളിച്ച് ഈ നമ്മുടെ അങ്ങോട്ട് ബെന്നിച്ചാൻ എന്നെ കാര്യങ്ങൾ ചോദിച്ചാൽ ഈ ഉള്ള കാര്യങ്ങൾ നമ്മൾ കള്ളം പറയാത്തോളത്തോളം നമുക്ക് ആരെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഉണ്ടോ? ഞാൻ ഇന്നും നിങ്ങളുടെ ചാനലിൽ വന്ന് പറഞ്ഞ വീഡിയോ 3 വർഷം മുമ്പേ കിടക്കുവാ ഇല്ലയോ? ഏതാണ്ട് 350 ആൾക്കാർ വേണ്ടി കണ്ടിട്ടുണ്ട്. ചേട്ടാ ഞാൻ കള്ളം പറഞ്ഞെങ്കിൽ ഈ 3 വർഷമായിട്ട് ഇയാൾക്ക് മാനനഷ്ട കേസ് കൊടുക്കാൻ പാടില്ലേ? ഞാൻ കള്ളം പറഞ്ഞേ കൊടുക്കാൻ പാടില്ലേ? അതെ. ഞങ്ങളുടെ അമ്മയും ഞാനോടാ അന്ന് 78 സ്റ്റേഷനിലും പോയി 12 സ്റ്റേഷനിലും പോയി എടുത്ത് 56 തവണ പറഞ്ഞില്ലേ? ഇവനെ രാത്രി അവിടെ വെച്ച് ബുക്കുന്ന കുറച്ച് വീഡിയോകൾ ഈ മരിക്കുന്നതിന് മുമ്പ് ആ പയ്യൻ അയച്ചു തന്ന വീഡിയോ ഞാൻ സുനിലേട്ടനെ കുറെ കാര്യങ്ങൾ കേൾപ്പിച്ചു തന്നില്ലേ? ഒരു സ്ത്രീയുടെ സംസാരം, ഒരു സ്ത്രീ മൈലപ്പുറം ഉള്ള ഒരാൾക്ക് അയച്ച കുറെ വോയിസുകൾ സുനിലേട്ടൻ അതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ പിന്നെ നമ്മൾ പേടിച്ചിട്ടൊന്നുമില്ല. നമ്മളെ വീട്ടുകാരൻ പറഞ്ഞു ഇവന്റെ വഴിക്ക് പോട്ടെ, നിന്റെ കാര്യം നോക്കി പോകും, എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞോണ്ടാ. അതിന്റെ ഇടയ്ക്ക് ഇയാൾ വന്ന് വർഷിത് അറിയാനായിട്ട് എന്തോ ദൈവദാസ് എന്തൊക്കെ ഇയാൾക്ക് എങ്ങനെ എനിക്കറിയുന്നില്ല. ഇയാളെ എല്ലായിടത്ത് പറഞ്ഞ ഞാൻ ഒരാളെ വിളിക്കാം, വിട്ടും വെല്ലിച്ചാലെ വിളിച്ചു തരാം, നീക്ക് സംസാരിക്കാൻ പറഞ്ഞു. ഇയാളാണ് ശരിക്കും ഇത് കണക്ട് ചെയ്ത് തന്നെ. ആര് ഫസ്റ്റ് കോള് പോലും ഇയാളെ വഴി കൂടെ. അതായത് ബിനുവിനെ കുറിച്ചുള്ള ബിനുവിന്റെ തരികടകള് പിന്നെ പിന്നെ ഈ ഷാജു ഈ ചേട്ടനാ ഈ പള്ളിയോടോ എനിക്കറിയത്തില്ല, അയാളെ വേറെ എനിക്കറിയത്തില്ല. നമുക്ക് ഈ പുള്ളിയെ വ്യക്തിപരമായിട്ട് അറിയത്തില്ലേ. അന്ന് ഈ സമയത്ത് സംശയം കൊണ്ട് ഫോൺ റെക്കോർഡ് വിടാൻ പറ, പുള്ളിയെ കാണുമല്ലോ. പിന്നെ എന്തോ എനിക്കറിയത്തില്ല, എന്തൊരു മത്സ്യബോധി. പ്രേക്ഷകരെ, ഇവന്റെ ഈ ഓൺലൈൻ പരിപാടി കണ്ട് ഇത് തട്ടിപ്പാട്, ഇതിവന്റെ പരസ്യമാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ ഈ നടത്തുന്ന ഈ ഉടായ്പ പെർഫോമൻസ് എന്ന് പറയുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ കണ്ട് ഈ ആമ്പാറ്റകളെ പോലെ നിങ്ങൾ ഈ സാധുക്കളായ സ്ത്രീകൾ ഓടിച്ചെന്ന് അവന്റെ അടിമകളായി പോകരുത്. ഇവന്റെ പൈശാചിക പിടിയിൽപ്പെട്ടാൽ അത് ചെലന്തിയുടെ വലയിൽ കുടുങ്ങുന്നത് പോലാണ്, രക്ഷപ്പെടുക സാധ്യമല്ല. ഇവൻ വലയും കെട്ടിയിരിക്കുകയാണ്. ഇവന് ക്രിസ്തുവുമായോ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുമായോ യാതൊരു ബന്ധവുമില്ല. ഇവൻ്റേത് വെറും പൈശാചിക കേന്ദ്രമാണ്, ഒരു പൈശാചിക തട്ടിപ്പ് കേന്ദ്രമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.